അങ്ങതാ പറഞ്ഞു തരൂ പ്രീതി ശൗനകം ചിത്തേദേശതോ വച്മി വിചാര്യ സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം. ഈ സംസാരഭയം അതിനെ ഇല്ലാതെ ആക്കണം എന്ന് പറയും. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനം, പുനരഭിമരണം, ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക, LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് കോളേജ്, എഞ്ചിനീയർ ആവണേ, ഡോക്ടർ ആവണേ, കുട്ടി ജനിക്കുമ്പം തന്നെ ഇംഗ്ലീഷ് പറയണേ, ഭഗവാനെ ഇംഗ്ലീഷ് പറയണേ. എന്ത് ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനി അടുത്ത ജന്മം വെച്ചാലും അത് തന്നെ, അതിൻ്റെ അടുത്ത ജന്മം വെച്ചാലും ഇത് തന്നെ. ഇങ്ങനെ സംസാരഭയനാശനം, ഈ സംസാരം കൊണ്ടുള്ള ഭയം അല്ലേ അതില്ലാതായിട്ട് തീരണം. അതുകൊണ്ട് എന്താ വേണ്ടത് എന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരണേ. സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം ഭക്തിയോഗവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷഹേതുകം തദഹം തേഭിധാസ്യാമി സാവധാനതയാ ശൃണു. കൃഷ്ണ സന്തോഷഹേതുകം, ഭഗവാൻ സന്തോഷിക്കാൻ എന്തൊക്കെ കാരണങ്ങളാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങളിതാ ചെയ്യേണ്ടത് അല്ലേ? ഭഗവാന് സന്തോഷമാവാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിതാ ചെയ്യണം, അത് ഞങ്ങളോടിതാ പറഞ്ഞു തരണേ. കാലവ്യാള മുഖഗ്രാസത്രാസനിർനാശഹേതവേ. മരണസർപ്പം ഞങ്ങളെ കടിച്ചിട്ട് ഇപ്പോൾ എത്ര കാലമായി ചോദിച്ചു കഴിഞ്ഞാൽ പറയാതിരിക്കുക ഭേദം അല്ലേ. ജനിച്ച അന്ന് കടിച്ചതാ അത്രേ അല്ലേ. ജനിച്ച അന്ന് നമ്മളെ കാലിൻ്റെ മുള ഒരാളുകൂടിയും കടിച്ചോട്ടോ. എന്താണ്? അതാണ് മരണസർപ്പം എന്ന് പറയും. ആ മരണസർപ്പം നമ്മളങ്ങനെ കടിച്ച് ഈ മരണസർപ്പത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ എത്രത്തോളം ഇപ്പം മരണസർപ്പത്തിൻ്റെ ഉള്ളിലെത്തിയെന്ന് അല്ലേ. ഒരു 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കാലിൻ്റെ ആ പടമൊക്കെ മരണസർപ്പത്തിൻ്റെ ഉള്ളിലായി ഉണ്ടാവും. ഒരു 10 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടുഭാഗമൊക്കെ. ഇപ്പോൾ ഈ മരണസർപ്പത്തിൻ്റെ എത്രത്തോളം ഉള്ളിലായി നമ്മൾ എന്ന് അറിയണമെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? എത്ര വയസ്സായി നോക്കിയാൽ മതി. ഷഷ്ടിപൂർത്തിയൊക്കെ കഴിഞ്ഞിട്ട് വെച്ചാൽ മരണസർപ്പം ഇങ്ങനെ വിഴുങ്ങി ഇനിയിപ്പോൾ കഴുത്തൊക്കെ ചിലപ്പോൾ ബാക്കിയുണ്ടോ ഇല്ലയോ എന്ന് ആർക്കാ അറിയാലേ. വയസ്സിങ്ങനെ കൂടുതൽ ഇവിടുന്ന് പോകണം എന്തും ആൾക്കാർ ഇരുന്നാൽ പോരാ. പല ആൾക്കാരും ഇനി ഇവിടെ തന്നെ ഇരിക്കണേ, ഇവിടെ തന്നെ ഇരിക്കണേന്ന് വിചാരിച്ചിട്ട് എന്താ കാര്യം? നടക്കില്ല അത് അല്ലേ. പോകണം എന്ന് ഒരാൾക്കും ആഗ്രഹമില്ല. അങ്ങനെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു അത്രേ. അങ്ങനെ ആ മുത്തശ്ശി എല്ലാ ദിവസവും ഇങ്ങനെ അമ്പലത്തിലേക്ക് അങ്ങോട്ട് വന്ന് അമ്പലത്തിൻ്റെ ഗോപുരം